ദൈവം ശിക്ഷണം കൊടുക്കാറുണ്ട്. ദൈവം ശിക്ഷണം കൊടുക്കുന്ന മക്കൾ ആരാണ്? അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നത്? ശിക്ഷണങ്ങൾ കൊടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് ദോഷമായിട്ട് വരും. ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ശിക്ഷണം കൊടുക്കാറുണ്ട്. ആ ശിക്ഷണം അവരെ ഭാവിയിൽ പല അപകടങ്ങളിൽ നിന്നും അവരെ വിടുവിക്കും, പല ദുരന്തങ്ങളിൽ നിന്നും അവരെ വിടുവിക്കും. നമ്മൾ പറയും, മക്കളെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും നല്ലപോലെ നോക്കണം, ഇടവും വലവുമൊക്കെ നോക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് വണ്ടിയൊന്നും വരുന്നത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ക്രോസ് ചെയ്യാവൂ. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കേൾക്കാതെ അപ്പുറം നോക്കാതെ ചിലപ്പോൾ ഓടിയെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അടി കൊടുക്കും, വഴക്ക് പറയും. എന്തിനാണ് വഴക്ക് പറയുന്നത്? അതവരുടെ ജീവിതത്തിൽ അവർക്ക് വിടുതലിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതുപോലെ കർത്താവ് തൻ്റെ മക്കളായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദോഷം വരാതിരിക്കുവാനും നമുക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ചില ശിക്ഷണങ്ങൾ കർത്താവ് തരും. ചില കാര്യങ്ങൾ കർത്താവ് നമ്മളെ, കുഞ്ഞുങ്ങളെ അച്ഛൻ പഠിപ്പിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു കുഞ്ഞിനും ശിക്ഷണം ഇഷ്ടമല്ല, അല്ലേ? ഏതെങ്കിലും കുഞ്ഞ് ഡിസിപ്ലിൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അച്ഛനെ വഴക്ക് പറഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ടോ? അവർ പറയും, എൻ്റെ അച്ഛന് ഒരു സ്നേഹവുമില്ല, എൻ്റെ അമ്മയ്ക്ക് ഒരു സ്നേഹവുമില്ല, എപ്പോഴും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. എല്ലാ കുഞ്ഞുങ്ങളും ഇഷ്ടം എന്താണ്? എല്ലാ കുഞ്ഞുങ്ങളുടെയും ഇഷ്ടം എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഫ്രീ ആയിട്ട് പോകണം, എന്നെ ആരും തടസ്സപ്പെടുത്താൻ പാടില്ല, എന്നെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല, എന്നെ ആരും വഴക്ക് പറയാൻ പാടില്ല, എന്നെ ആരും ഡിസിപ്ലിൻ ചെയ്യാൻ പാടില്ല. അത് കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രയാസമാണ്. ഒരു കാര്യം ഓർത്തോണം, തൽക്കാലം പ്രയാസമാണെങ്കിലും അത് അനുഗ്രഹമാണ്. ചില കാര്യങ്ങൾ തൽക്കാലം കുഞ്ഞുങ്ങൾക്ക് പ്രയാസമാണെങ്കിലും മാതാപിതാക്കൾ ചില ബൗണ്ടറി വയ്ക്കുന്നത്, മാതാപിതാക്കൾ ചില കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, മാതാപിതാക്കൾ ചില കാര്യങ്ങൾ തടയുന്നത് കുഞ്ഞുങ്ങൾക്കത് പ്രയാസമാണെങ്കിലും, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ദൈവമക്കളെ, കുറച്ച് കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ പറയും, പപ്പയ്ക്ക് താങ്ക് യു, അമ്മയ്ക്ക് താങ്ക് യു. കാരണം നിങ്ങൾ അന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഡിസിപ്ലിൻ ചെയ്തതുകൊണ്ട് അതെനിക്ക് അനുഗ്രഹമായിട്ട് മാറി. അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പോലെ ഞാനും നശിച്ചു പോയാനെ, ഞാനും പാപത്തിൽ വീണ് പോയാനെ, ഞാനും ലോകത്തിൽ തകർന്നു പോയാനെ. പക്ഷേ ഞാൻ അങ്ങനെ പോകാത്തതിൻ്റെ കാരണം എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ചെറുപ്രായത്തെ എന്നെ ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടാണ്. ഇന്ന് ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പറയുന്നു, ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ ഡിസിപ്ലിനിലൂടെ പോകുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. ഇന്ന് പകൽക്കാലം ഡിസിപ്ലിൻ ഇല്ലാത്ത പോകുന്ന ആൾക്കാർ അനുഗ്രഹിക്കപ്പെട്ടവരല്ല. തിരുവചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവം യാക്കോബിനെ ഡിസിപ്ലിൻ ചെയ്തു, യാക്കോബിന് ശിക്ഷണങ്ങൾ കൊടുത്തു. യാക്കോബിന് ദൈവം അത് രൂപാന്തരപ്പെടുത്താനുള്ള അവസ്ഥകളുണ്ടായി. യാക്കോബ് ഉപായി ആയിരുന്നെങ്കിലും യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിവർത്തനങ്ങളുണ്ടായി. യാക്കോബിനെ മാനസാന്തരപ്പെടുവാനും ദൈവത്തിലേക്ക് തിരിയുവാൻ അവസരം കൊടുത്തു. ഒരു സമയം ദൂതനുമായിട്ട് മല്ല് പിടിച്ചപ്പോൾ അതെ ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്താണ്? അതെൻ്റെ പേര് ഉപായിയായ യാക്കോബ്. ഉള്ളതുപോലെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, യാക്കോബേ, നീ ഉപായിയല്ല, നീ ഇസ്രായേലിൽ നിന്ന് വിളിക്കപ്പെടും. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. കാലിലൊരു ഉളുക്കുണ്ടായി, നടക്കുമ്പോഴത്തേക്കൊരു ഉളുക്കൊണ്ടൊരു മുടന്തുണ്ടായി. പക്ഷേ യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബിൻ്റെ പേര് ദൈവം മാറ്റി. ദൈവത്തിൻ്റെ ഡിസിപ്ലിൻ ഉണ്ടായി, ശിക്ഷണമുണ്ടായി. യാക്കോബിൻ്റെ ജീവിതത്തിൽ ശരീരത്തിൽ അടയാളം കാണാൻ കഴിഞ്ഞു. ആ ഡിസിപ്ലിൻ അടയാളം കാണാൻ കഴിഞ്ഞു. കാരണം മുമ്പ് യാക്കോബ് ഓട്ടക്കാരനായിരുന്നു. പക്ഷേ ഇപ്പോൾ കർത്താവ് ഓട്ടമൊക്കെ നിർത്തി. കാരണം കാലിലെന്തുണ്ടായി? കാലിലൊരു ഉളുക്കുണ്ടായി. പക്ഷേ ഏശാവിന് ഒരു ഡിസിപ്ലിനും കാണുന്നില്ല, ഏശാവിന് ഒരു ഉളുക്കും കാണുന്നില്ല. പക്ഷേ ഏശാവിനെക്കുറിച്ച് ബൈബിളിൽ കാണുന്നില്ല. കാരണം യാക്കോബ് ഇസ്രായേൽ ഗോത്രപിതാവായി 12 ഗോത്രങ്ങളായി ആ ഇസ്രായേൽ ട്രൈബ് അവർ ഡെവലപ്പായി എല്ലാം ചെയ്തു. പക്ഷേ ഏശാവിൻ്റെ വംശം പിന്നെ കാണുന്നില്ല. ഏശാവിൻ്റെ വംശം ഇന്ന് ഭൂമിയിലുണ്ടോ എന്ന് പോലും അറിയത്തില്ല. എല്ലാം മുടിഞ്ഞുപോയി, എല്ലാം തകർന്നു പോയി. അപ്പോൾ ഒരു കാര്യം ഓർത്തണം, ആരാ അനുഗ്രഹിക്കപ്പെട്ടവർ? കർത്താവ് ശിക്ഷിക്കുന്നവർ, കർത്താവ് ഡിസിപ്ലിൻ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. പ്രയാസകരമായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം, വേദനയായിരിക്കാം. ഇത്തിരി പ്രയാസമുണ്ടെങ്കിലും, ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും, ഇത്തിരി വേദനയാണെങ്കിലും അതിൻ്റെ പിറകിൽ ഒരു വലിയ അനുഗ്രഹം വരുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാവുന്നു? സ്തോത്രം പറയാമോ മക്കളെ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. 94 സങ്കീർത്തനം 13 വാക്യം, സാംസ് 94 വേഴ്സസ് 13. നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ ഡിസിപ്ലിൻ ചെയ്യുന്ന മനുഷ്യൻ, നീ ഉപദേശിക്കുന്ന മനുഷ്യൻ, നിന്റെ വഴികൾ നടത്തുന്ന മനുഷ്യൻ, അവൻ ഭാഗ്യവാനാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവത്തിൻ്റെ ശിക്ഷണങ്ങൾ കൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? വേദനയിൽ കൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രയാസം കൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവേ, ഇതൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കർത്താവേ, എനിക്ക് ഈ പ്രതികൂലം, എനിക്ക് ഈ ഭാരം, എനിക്ക് ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ആ വേദന എനിക്ക് വളരെ ഭാരമായിരിക്കുന്നു. കർത്താവേ, എന്തുകൊണ്ടാണ് കർത്താവേ നീ എന്നെ ഈ അവസ്ഥ കൂടെ കടത്തിവിടുന്നതെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ദൈവമക്കളെ? ദൈവം പറയുന്നു, പ്രിയപ്പെട്ട കുഞ്ഞെ, നിനക്ക് തൽക്കാലം പ്രയാസകരമായിരിക്കാം, നിനക്ക് തൽക്കാലം വിഷമം ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ അത് നിന്നെ നാശത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് നീ ഓർത്തുകൊള്ളണം. വരുവാൻ പോകുന്ന ദുരന്തങ്ങളിൽ നിന്നും, വരുവാൻ പോകുന്ന അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന് ഓർത്തുകൊണ്ട് നീ കർത്താവിന് മഹത്വം കൊടുക്കണം. ഒരു സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കാമോ? ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ പറയും, പപ്പ എനിക്ക് ബൈക്ക് വേണം, പപ്പ എനിക്ക് ബൈക്ക് വേണം. 14-15 വയസ്സാകണ്ട, വീട്ടിൽ കിടന്ന് ബഹളം തുടങ്ങും, ബൈക്ക് വേണം. പക്ഷേ മാതാപിതാക്കൾ, മക്കളെ നിനക്ക് സമയം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ, അച്ഛനമ്മ എന്ത് ചെയ്യും? പറയും, മക്കളെ ഇപ്പോൾ സമയം ആയിട്ടില്ല. അവർ വെയിറ്റ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് അവർ സമയമാകുമ്പോൾ കുഞ്ഞിന് ലൈസൻസൊക്കെ എടുത്ത് ഓടിക്കാനുള്ള പക്വതയും പ്രായമൊക്കെ ആകുന്ന സമയത്ത് ചിലപ്പോൾ എടുത്തു കൊടുത്തിരിക്കും, എനിക്കറിയത്തില്ല. എനിവേ, അപ്പോൾ മാതാപിതാക്കൾ ചില നിയന്ത്രണങ്ങൾ വയ്ക്കുന്നത്, ചില കാര്യങ്ങളൊക്കെ ശിക്ഷണങ്ങൾ വയ്ക്കുന്നതൊക്കെ അത് കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഇതുപോലെ കർത്താവ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ കർത്താവ് തരാതിരിക്കുമ്പോൾ നിങ്ങൾ മുഷിഞ്ഞു പോകരുത്. കർത്താവ് നമ്മൾ ചോദിക്കുന്നതൊക്കെ തരാതിരിക്കും, പെട്ടെന്ന് നിങ്ങൾ വിഷമിച്ച് പോകരുത്. അതിൻ്റെ പിറകിൽ ഒരു നന്മയുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. ദൈവം പറയുന്നു, കർത്താവ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യും. അതെന്താണ്? ആ ഡിസിപ്ലിൻ ചെയ്യുന്ന മക്കളെന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അടുത്തത്, ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? 84-ാം സങ്കീർത്തനത്തിൻ്റെ 5 മുതൽ ഉള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? സാംസ് 84. ബലമുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ ഈ ഭാഗ്യവാൻ എന്നുള്ളതെല്ലാം നമ്മൾ മാറ്റി നമ്മൾ ഇങ്ങനെ ആയിക്കോണം, ബ്ലസ്സഡ് അനുഗ്രഹിക്കപ്പെട്ടെന്നായിക്കോണം കേട്ടോ. ഈ ഭാഗ്യവാൻ എന്നുള്ള വാക്കെല്ലാം എല്ലാം അങ്ങനെ ആയിക്കോണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബ്ലസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടെന്നർത്ഥം. അപ്പോൾ ആരാ അനുഗ്രഹിക്കപ്പെട്ടവർ? കർത്താവ് പറയുന്നു, ബലം ദൈവത്തിലുള്ള വ്യക്തികളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ ബലമല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ആയുസ്സല്ല, നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ സാമ്പത്തികമല്ല, ദൈവത്തിലാണ് എൻ്റെ ബലം. അങ്ങനെയുള്ളവർ കർത്താവ് പറയുന്നു, സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴെ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. അപ്പം കർത്താവ് പറയുകയാണ്, ആരാ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ? വചനം പറയുന്നു, കണ്ണുനീർ താഴെ കൂടി, കഷ്ടങ്ങളിലൂടെ, വേദനയിൽ കൂടെ, നിന്ദകളിൽ കൂടെ, പരിഹാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം പറയുന്നു, ആ ദൈവത്തിൻ്റെ ജനം അവരെന്ത് ചെയ്യുന്നു? അതിനെ ജലാശയമാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, കഷ്ടതയുടെ കണ്ണുനീരിൽ കൂടെ പോകുന്ന സമയത്ത് അവരതിനെ എന്ത് ചെയ്യുന്നു? അവരതിനെ ഒരു ജീവജലത്തിൻ്റെ ഉറവയായിട്ട് അതിനെ മാറ്റുന്നു. എന്താണ് ജലാശയം എന്ന് പറയുന്നത്? കിണർ. ജലാശയം നിന്ന് വെല്ലുന്നതാണ്. അപ്പോൾ കിണറായിട്ട് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ അവസ്ഥ അവർക്ക് അതൊരു ഉറവയായിട്ട്, അനുഗ്രഹമായിട്ട് അത് മാറുകയാണ്. അപ്പോൾ ആരാ അനുഗ്രഹിക്കപ്പെട്ടവർ? അവരുടെ ബലം കർത്താവിലായതുകൊണ്ട് ആ കഷ്ടത അവർക്കൊരിക്കലും ഒരു വിഷയമല്ല. കാരണം ആ കഷ്ടത അവർക്ക് മേൽക്കുമേൽ ബലം പ്രാപിപ്പാൻ ഇടയായിത്തീരുന്നു. അവിടെ കൊടുത്തിരിക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടതയിൽ കൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ദൈവമക്കളെ? ഇന്ന് വേദനയിൽ കൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ദൈവമക്കളെ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ബലം കർത്താവിൽ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം നിങ്ങളുടെ കഷ്ടത, നിങ്ങളുടെ പ്രതികൂലം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹത്തിലേക്ക് എത്തിക്കും. കാരണം ജലാശയമാകുന്ന കിണർ ഉറവ നിങ്ങളിലൂടെ ഒഴുകി, ദൈവത്തിൻ്റെ ഉറവ ഒഴുകി. ഒരു കിണർ, എന്തായാലും കിണറിൻ്റെ പ്രത്യേകത, ഒരു കിണറിൽ നല്ല ഊറ്റുവെള്ളമുണ്ടെങ്കിൽ, നല്ല ഉറവയുണ്ടെങ്കിൽ ആ കിണർ വീട്ടുകാർ മാത്രം, നാട്ടുകാർ കോരിക്കൊണ്ടു പോകും. എന്ന് പറഞ്ഞാൽ നിൻ്റെ കഷ്ടത, നിൻ്റെ പ്രതികൂലം അത് ഉറവയായി വെളിപ്പെട്ട്
അത് നിനക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടെ ഒരു അനുഗ്രഹമായി മാറുന്ന ഉറവ നിന്നിൽ കൂടെ പുറത്തു വരും. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ശ്രദ്ധിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാ അനുഗ്രഹിക്കപ്പെട്ടവർ? കഷ്ടം വരുമ്പോൾ തകർന്നു പോകുന്നവരല്ല, കഷ്ടം വരുമ്പോൾ അയ്യം വിളിക്കുന്നവരല്ല, കഷ്ടത വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നവരല്ല, മറിച്ച് ദൈവത്തിൽ ബലമുള്ള മക്കൾ, പ്രൈസ് ദി ലോർഡ്, വിക്ടോറിയസ് ആയിട്ട് അവർ പുറത്തു വരും. ഹല്ലേലൂയ. അവർ ആ കഷ്ടതയിൽ കൂടെ അവർ ചില പാഠങ്ങൾ പഠിക്കും. അവരുടെ കഷ്ടതയിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. കാരണം അവരുടെ ജ്ഞാനമോ അവരുടെ ശക്തിയോ അവരുടെ സമ്പത്തോ ഒന്നുമല്ല അവരുടെ ആശ്രയം കർത്താവിലാണ്. കർത്താവിൽ അവർ ആശ്രയിക്കുന്നത്, കർത്താവിൽ അവരെ ബലപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ കഷ്ടതയിൽ കൂടെ പോകുന്ന സമയത്ത് അത് ജലാശയമായിട്ട് മാറും. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഉറവ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉറവ തുറക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കഷ്ടത, നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ വേദന, നിങ്ങളുടെ ഈ ഭാരം, നിങ്ങളുടെ ഈ പ്രതികൂലം, ദൈവത്തിൻ്റെ ഉറവ നിങ്ങളുടെ ജീവിതം തുറക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉറവ, അഭിഷേകത്തിൻ്റെ ഉറവ, ആത്മാവിൻ്റെ ഉറവ തുറന്ന് ആ ഉറവയിൽ നിന്ന് അനേകർക്ക് അത് അനുഗ്രഹമായി വെള്ളം കോരുന്നത് പോലെ അനേകർക്ക് ജീവൻ കൊടുക്കുന്ന ഉറവയായി, വെള്ളം കൊടുക്കുന്ന ഉറവയായി, അനേകരിലേക്ക് പകരുന്ന ഉറവയായി, ദൈവസ്നേഹത്തെ പകരുന്ന ഉറവയായി മാറുവാനായിട്ട് കർത്താവിന് പദ്ധതിയുണ്ട് ദൈവമക്കളെ. അപ്പോൾ ആരാ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ? ബലം നിന്നുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി വീണ്ടും ഹല്ലേലൂയ സ്തോത്രം. വചനം പറയുന്നു യാക്കോബ് 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അപ്പോൾ ആരാ ഭാഗ്യവാൻ? ആരാ അനുഗ്രഹിക്കപ്പെട്ടവൻ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. ആരെങ്കിലും പറയുകയാണ്, അയ്യോ എനിക്ക് പരീക്ഷ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് പരീക്ഷ ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല, പരീക്ഷ കണ്ടാൽ ഞാൻ ഓടിക്കളയും എന്ന് പറഞ്ഞാൽ ഓർത്തോണം, അയാൾക്ക് ഒരിക്കലും ഒരു പ്രൊമോഷൻ ഇല്ല, ഒരു ഉയർച്ചയില്ല. ഏതെങ്കിലും ഒരു കുട്ടി പറയുകയാണ് ഞാൻ പരീക്ഷ എഴുതൂലെന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. അടുത്ത മുമ്പോട്ട് പോവുമോ? അടുത്ത ക്ലാസ്സിലോട്ട് പോവുമോ? ഇല്ല. ഇതുപോലെ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷകൾ ദൈവം തരുമ്പോൾ ഓർത്തോണം, അതിൻ്റെ പിറകിൽ ഒരു പ്രൊമോഷനുണ്ട്. കർത്താവ് പറയുന്നു ആരാ ഭാഗ്യവാൻ, ആരാ അനുഗ്രഹിക്കപ്പെട്ടത്? വചനം പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തനിക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ഇന്ന് പകൽ സമയത്ത് മക്കളെ ഓർത്തോണം, പരീക്ഷയിൽ കൂടെ കർത്താവ് നമ്മളെ കടത്തി വിടുന്നത് ഒരു കിരീടം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. നിനക്ക് വേണ്ടി ഒരു ജീവകിരീടം കർത്താവ് ഒരുക്കിയിരിക്കുന്നു. ആ ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ വിജയകരമായിട്ട് നീ ആ പരീക്ഷ പാസ്സാവണം. ഇന്ന് രോഗമാകുന്ന പരീക്ഷയുണ്ടോ? ഇന്ന് സാമ്പത്തിക ഭാരമാകുന്ന പരീക്ഷയുണ്ടോ? ഇന്ന് നിന്ദകളും പരിഹാസങ്ങളും ആകുന്ന പരീക്ഷ നീ കടന്നു പോകുന്നുണ്ടോ? ഇന്ന് നിൻ്റെ ഉറ്റവരും ഉടയവരും കൈവിട്ട അവസ്ഥ നീ പോകുന്നുണ്ടോ? ഇന്ന് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയോ ഭാരങ്ങളിലൂടെയോ നീ കടന്നു പോകുന്നുണ്ടോ? ദൈവം പറയുന്നു നീ ഒരിക്കലും വിഷമിക്കേണ്ട, നീ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ് നീ പുറത്തു വരണം. തീർച്ചയായിട്ടും ദൈവം നിനക്ക് ജീവകിരീടം തരും. കർത്താവ് നിന്നെ മാനിക്കും. അപ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ പരീക്ഷയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കർത്താവ് പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അപ്പോൾ ദൈവം തരുന്ന പരിശോധനകളുണ്ട്. ദൈവം തരുന്ന പരിശോധനകൾ നമ്മളെ ഒന്നുമില്ലാതാക്കുവാൻ വേണ്ടിയോ നമ്മളെ തകർക്കാൻ വേണ്ടിയോ നമ്മളെ ഒരിക്കലും പിശാചിൻ്റെ കയ്യിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. ദൈവം തരുന്ന പരിശോധനകൾ നമ്മളെ കൊള്ളാകുന്നതിനായി തെളിയാൻ തക്കവണ്ണം, നമ്മൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ അനുരൂപരായി മാറുവാൻ തക്കവണ്ണം, നമ്മൾ ജയോത്സവമായി പുറത്തു വരുവാൻ തക്കവണ്ണം, നമ്മൾ ആ പരീക്ഷകളെ വിജയകരമായി ജയിക്കാൻ തക്കവണ്ണം, അങ്ങനെ നമ്മൾ ജീവകിരീടം പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ആരോ പറഞ്ഞു നോ പെയിൻ നോ ഗെയിൻ. നോ പെയിൻ നോ ഗെയിൻ. നമുക്ക് പെയിൻ ഇല്ലെങ്കിൽ നമുക്ക് ഗെയിൻ ഇല്ല. ആരോ എങ്ങനെ പറഞ്ഞു? നോ ക്രോസ് നോ ക്രൗൺ. ക്രൂസ് ഇല്ലെങ്കിൽ കിരീടമില്ല. ക്രൂസ് ഇല്ലെങ്കിൽ കിരീടമില്ല. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുരിശ് കൂടെ പോവുകയാണോ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പരീക്ഷ കൂടെ പോവുകയാണോ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വേദന കൂടെ പോവുകയാണോ? തീർച്ചയായിട്ടും അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ഉണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളെ നമ്മൾ ജയിച്ച് ജയാളിയായിട്ട് പുറത്തു വരാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഭാഗ്യവാനെന്നുള്ള വിഷയമാണ് പറഞ്ഞത്. ആരൊക്കെയാണ്
ഭാഗ്യവാൻ എന്നുള്ള വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു ദൈവം തൻ്റെ പ്രാകാരങ്ങളിൽ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. നമ്മൾ ചിന്തിച്ചു പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതേ സമർപ്പണമുള്ളവർ, അതേ കുലുങ്ങിപ്പോകാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന മക്കൾ, അവർ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ചിന്തിച്ചു പ്രൈസ് ദി ലോർഡ്, അതേ പ്രതിഫലമുള്ള ധൈര്യമുള്ള അല്ലെങ്കിൽ ആത്മധൈര്യമുള്ള മക്കൾ, പ്രതികൂലങ്ങൾ പതറിപ്പോകാതെ ആത്മധൈര്യത്തോടെ ആയിരിക്കുന്ന മക്കൾ, അവർ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ചിന്തിച്ചു എളിയവരായ ദരിദ്രരായ ആളുകളോട് മനസ്സലിവുള്ളവർ, കരുണ കാണിക്കുന്നവർ, അവരെ സഹായിക്കുന്നവർ, അവരോട് കരുണ കാണിച്ച് അവരെ കഴിയുന്ന ലാഭോളം ധനലാഭോളം അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മക്കൾ, അവർ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം കർത്താവ് അവരെ കഷ്ടങ്ങളിൽ അവരെ വിടുവിക്കുന്ന കർത്താവാണ്. നമ്മൾ ചിന്തിച്ചു കർത്താവ് ബാലശിക്ഷ കഴിക്കുന്ന മക്കൾ, കർത്താവ് ബാലശിക്ഷയുടെ കടത്തിവിടുന്ന, കർത്താവ് ട്രെയിൻ ചെയ്യുന്ന മക്കൾ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം അവർ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അവർ ദൈവവഴിയിൽ കൂടെ അവർ നടന്ന് പോകുന്ന സമയത്ത് അത് അനുഗ്രഹമായിട്ട് മാറും. അവർ ദോഷങ്ങളെ വിട്ടൊഴിയും, അപകടങ്ങളെ വിട്ടൊഴിയും, ദുരന്തങ്ങളെ വിട്ടൊഴിയും. നമ്മൾ ചിന്തിച്ചു പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിന്തിച്ചു കർത്താവിൽ ബലമായിരിക്കുന്ന മക്കൾ, കർത്താവിൽ ബലം ദൈവത്തിലായിരിക്കുന്ന മക്കൾ, ദൈവമായിരിക്കുന്ന മക്കൾ, സമ്പത്തിലല്ല, പണത്തിലല്ല, മറ്റ് ജ്ഞാനത്തിൽ, ലോകജ്ഞാനത്തിലല്ല, അറിവിലല്ല, കുതിരകളിലല്ല, കർത്താവിൽ ബലമുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. കാരണം അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ ആ കണ്ണുനീർ താഴ്വരകൾ അത് ജലത്തിൻ്റെ ഉറവുകളായിട്ട് മാറി, ആ ഉറവയിലൂടെ അനേകർക്ക് വെള്ളം കോരി കൊടുക്കുവാൻ തക്കവണ്ണം, അനേകരെ പോഷിപ്പിക്കാൻ തക്കവണ്ണം, അനേകരെ സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം, അനേകരെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം അത് മുഖാന്തരമായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ ചിന്തിച്ചു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ പോകുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു അവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു അബ്രഹാമിനെ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം, അബ്രഹാമിനെ യഹോവയായ ദൈവം പരീക്ഷിച്ചു. തൻ്റെ ഏക മകനെ യാഗം അർപ്പിക്കാൻ വേണ്ടി ദൈവം പറയുകയാണ്. ദൈവമക്കളെ, ആ പരീക്ഷയിൽ അബ്രഹാം ജയം പ്രാപിച്ചു. അബ്രഹാം പരാജയപ്പെട്ടില്ല. തൻ്റെ ഏക മകനെ, അനേക വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ഏക മകനെ ദൈവം യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ആ പരീക്ഷയുടെ മുമ്പിൽ പതറിപ്പോകാതെ ദൈവത്തെ അനുസരിച്ചു. ദൈവത്തെ അനുസരിച്ചപ്പോൾ ദൈവം പറയും, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അബ്രഹാമേ, ഞാൻ നിന്നെ പ്രബലപ്പെടുത്തും. ഞാൻ നിന്നെ ഭൂമിയിൽ പരക്കുമാറാക്കും. ഞാൻ നിന്നെ ഉയർത്തും. ഞാൻ നിന്നെ മാനിക്കുമെന്നുള്ള അനേക വാഗ്ദത്തങ്ങൾ, അനേക അനുഗ്രഹങ്ങൾ അതിൻ്റെ പിറകിൽ അബ്രഹാമിൻ്റെ മേൽ കടന്നു വന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവമക്കൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ചില വാഗ്ദത്തങ്ങളുണ്ട്, ചില വാഗ്ദത്തങ്ങളുണ്ട്. നിൻ്റെ കുടുംബത്തിൽ നീ പരിശോധനയിൽ കൂടെ പോവുകയാണോ, നീ പരീക്ഷയിൽ കൂടെ പോവുകയാണോ, ഓർത്തോണം, ഈ പരീക്ഷ ജയകരമായി നീ പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ പിറകിൽ അനേക വാഗ്ദത്തങ്ങൾ നിനക്ക് പ്രാപിക്കാനുണ്ട്. നിൻ്റെ മക്കളെക്കുറിച്ച് അനേക വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനുണ്ട്. നിൻ്റെ കൊച്ചുമക്കളെക്കുറിച്ച് അനേക വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനുണ്ട്. അതുകൊണ്ട് പരീക്ഷയുടെ മുമ്പിൽ നിങ്ങൾ പതറിപ്പോകില്ലേ ദൈവമക്കളെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കാനിടയായിത്തീരും. ഒരു ഞങ്ങളുടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:10, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. കർത്താവ് പറയുക, നീ എൻ്റെ വചനം കാത്താൽ, നീ എൻ്റെ വചനം കാത്താൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഭൂമിയിലുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ആര് കാത്തു പരിപാലിക്കുന്നുവോ, ദൈവത്തിൻ്റെ വചനത്തിൽ ആര് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുവോ, ദൈവത്തിൻ്റെ വചനത്തെ ആര് മാനിക്കുന്നുവോ, ആ മക്കളെ, ആ കുടുംബങ്ങളെ ദൈവം പറയുന്നു പരീക്ഷാകാലത്ത് ഞാനും അവരെ സൂക്ഷിക്കും. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഭൂമിയിൽ എല്ലാം ഉണ്ടായ ഒരു പരീക്ഷയായിരുന്നു കോവിഡ് മഹാമാരി. അത് ഭൂമിയിലെല്ലാം ഉള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മക്കളെ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും. ഒരുപക്ഷെ ഇനിയും ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ബാധകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകാം.
പരീക്ഷാകാലം ഉണ്ടാകാം, ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ടെസ്റ്റിംഗ് ഉണ്ടാകാം. പക്ഷെ കർത്താവ് പറയുന്നു, ആരാണ് ടെസ്റ്റിങ്ങിൽ ജയിക്കുന്നത്? കർത്താവിൻ്റെ വചനം പരിപാലിക്കുന്നവർ, കർത്താവിൻ്റെ വചനം കാക്കുന്നവർ. കർത്താവിൻ്റെ വചനം ആരാണ് സൂക്ഷിക്കുന്നത്? ആ മക്കളെ ദൈവം പറയും, ഞാൻ ഗ്യാരണ്ടിയാണ്, എൻ്റെ വചനം സൂക്ഷിക്കുന്നവരെ പരീക്ഷാകാലം ഞാൻ കാക്കും. ഐ വിൽ പ്രൊട്ടക്ട് ദം. ഞാൻ അവരെ സൂക്ഷിക്കും. അവരെ നശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല. ആ പരീക്ഷ നിന്നെ മുക്കുകയില്ല, ആ പരീക്ഷ തകർക്കുകയില്ല, ആ പരീക്ഷ നിനക്ക് ദോഷം ചെയ്യുകയില്ല. മറിച്ച് ആ പരീക്ഷയിൽ നിനക്ക് എൻ്റെ സംരക്ഷണം ലഭിക്കും. അതിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മൾ സഹിഷ്ണുതയോടുകൂടി നമ്മൾ എൻ്റെ വചനം നീ കാക്കണം. നമ്മൾ സഹിഷ്ണുത മീൻസ് പേഷ്യൻസോടുകൂടി, ക്ഷമയോടുകൂടി. നമ്മൾ ക്ഷമയോടുകൂടി. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാം, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാം, ഉദ്ദേശിക്കാത്ത അനർത്ഥങ്ങൾ സംഭവിക്കാം. ആ സമയങ്ങളിലൊക്കെ കർത്താവ് പറയുന്നു, നമ്മൾ സഹിഷ്ണുതയോടുകൂടി, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, സഹിഷ്ണുത കാണിപ്പിൻ. സഹിഷ്ണുതയോടുകൂടി നമ്മൾ ടോളറൻസോടുകൂടി, പേഷ്യൻസോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കാക്കുന്നുവെങ്കിൽ, ദൈവം പറയുന്നു തീർച്ചയായിട്ടും കർത്താവ് പരീക്ഷാകാലത്ത് തൻ്റെ മക്കളെ കർത്താവ് കാത്തു സൂക്ഷിക്കും. എത്രയൊക്കെ വിശ്വാസമുണ്ട് ദൈവമക്കൾ? സ്വതന്ത്രം പറയാമോ? അപ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? ലോട്ടറി അടിക്കുന്നവരല്ല അനുഗ്രഹിക്കപ്പെട്ടവർ. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? 10 കോടി രൂപ ലഭിക്കുന്ന ആളല്ല അനുഗ്രഹിക്കപ്പെട്ടവർ. അനുഗ്രഹിക്കപ്പെട്ടവർ, സ്തോത്രം, ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ ദൈവം തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ദൈവവുമായിട്ട് ബന്ധമുള്ള, ദൈവവുമായിട്ട് കൂട്ടായ്മയുള്ള, ദൈവവുമായിട്ട് ചേർന്ന് നടക്കുന്ന ഏത് വ്യക്തിയുണ്ടോ, ഏത് കുടുംബമുണ്ടോ, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന, വചനത്തെ സൂക്ഷിക്കുന്ന, വചനപ്രകാരം നിൽക്കുന്ന ഏത് കുടുംബമുണ്ടോ, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ധൈര്യത്തോടുകൂടി പിന്തിരിഞ്ഞു പോകാതെ ധൈര്യത്തോടുകൂടി, പ്രാഗൽഭ്യത്തോടുകൂടി, മഹാപ്രതിഫലത്തോടുകൂടി ആയിരിക്കുന്ന മക്കൾ, കർത്താവിൻ്റെ മക്കൾ, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ദൈവത്തിൻ്റെ മക്കളെ, കർത്താവ് ശിക്ഷിക്കുമ്പോൾ മുഷിഞ്ഞു പോകാതെ, കർത്താവ് ശിക്ഷിക്കുമ്പോൾ കർത്താവിനെ കുറ്റം പറയാതെ, ആ ശിക്ഷണത്തെ സന്തോഷമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി പോകുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവർ. പരീക്ഷയെ കൂടെ കടന്നു പോകുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കെല്ലാവർക്കും എഴുന്നേക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കർത്താവ് നമ്മൾ സംസാരിക്കാൻ ഇടയായി തീർന്നല്ലോ. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? ഇന്ന് പകൽക്കാലം അനുഗ്രഹത്തിലേക്കുള്ള ചില ദൂതുകൾ കർത്താവ് നമ്മളെ കൈമാറിയിരിക്കുന്നു. യഥാർത്ഥമായ അനുഗ്രഹം എന്താണ്? യഥാർത്ഥമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹം എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം എന്താണെന്നുള്ളത് നമ്മളിന്ന് കേൾക്കുവാനിടയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കതിനായി സമർപ്പിക്കാം. ഹല്ലേലൂയ. നൽകിയ നല്ല വചനങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് കേൾക്കുവാനിടയായി തീർന്ന കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യപദവിക്കായി സ്തോത്രം കർത്താവേ. കർത്താവ് ഞങ്ങളെ വിളിച്ചല്ലോ, കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ, പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചല്ലോ. ആ ഭാഗ്യത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ കർത്താവിലൂടെ ദൈവസഭയിലെ ഒരംഗമായി മാറുവാനായിട്ട് കർത്താവേ, ദൈവം നിങ്ങൾക്ക് അവസരം ഒരുക്കിയതിനായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ് കർത്താവേ. ഈ നൽകിയ ഭാഗ്യ പദവിക്കായി ഞങ്ങൾ വാഴ്ത്തുകയാണ് കർത്താവേ. അപ്രകാരം ദൈവമേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട മക്കൾ എങ്ങനെയായിരിക്കണം, ആരായിരിക്കണം കർത്താവിൽ കേൾപ്പിച്ചല്ലോ കർത്താവേ. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ, ഭാരങ്ങളിലൂടെ പോകുമ്പോൾ, വേദനയിൽ കൂടെ പോകുമ്പോൾ കർത്താവേ, വിജയകരമായിട്ട് ഞങ്ങൾ പുറത്തു വരുവാൻ, അത് അനുഗ്രഹമായി മാറുവാൻ, നന്മയായി മാറുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ കർത്താവേ. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ടെലികാസ്റ്റ് കാണുന്ന കർത്താവേ, ഞങ്ങളുടെ ഈ TV പ്രോഗ്രാമിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ വേദനകൾ, അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ശോധനകൾ, അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധികൾ കർത്താവേ, അത് വിജയകരമായി അതിനെ ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ട് കർത്താവെ, ആത്മധൈര്യത്തോടു കൂടി, കോൺഫിഡൻ്റ് ആയിട്ട് കർത്താവെ,
അതിനെ വിജയകരമായിട്ട് കർത്താവെ അതിനെ തരണം ചെയ്യാൻ തക്കവണ്ണം മക്കളെ സഹായിക്കണമേ. അതിന് വേണ്ടതായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർ കൊടുക്കണമേ. അതിന് വേണ്ട വിശ്വാസം അവർ കൊടുക്കണമേ. അതിന് വേണ്ടതായ വചനത്തിൻ്റെതായിട്ടുള്ള ആ വിടുതൽ കർത്താവെ നീ അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ പരിസ്ഥിതികളിലും കർത്താവെ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി കർത്താവെ മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങളുടെ മക്കളെ കർത്താവ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലെല്ലാ മക്കളെയും സമ്പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. അപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന കർത്താവെ ദൈവം അവരെ സൗഖ്യപ്പെടുത്തണമേ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ട്യൂമറുകൾ അപ്രത്യക്ഷമായി പോകട്ടെ, ക്യാൻസറുകൾ അത് ഡിസപ്പിയർ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ, ഭവനങ്ങൾ സംഭവിക്കട്ടെ, ഹോസ്പിറ്റൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്രകാരം ദൈവമേ ഏതെല്ലാം കുടുംബങ്ങളിൽ കർത്താവെ ഇന്ന് ഭാരങ്ങളിലായിരിക്കുന്നുവോ, ഇന്ന് പ്രയാസങ്ങളിലായിരിക്കുന്നുവോ, ഇത് വേദനയിലായിരിക്കുന്നുവോ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓ ഞങ്ങൾക്കുണ്ടായ ഈ കണ്ണുനീര് താഴ്വര ജലാശയമായി മാറിയെന്ന് പറയുവാൻ, ഓ ഉറവയായി മാറിയെന്ന് പറയുവാൻ, ജീവകാലത്തിൻ്റെ ഉറവയായി മാറിയെന്ന് പറയുവാൻ കർത്താവേ ഞങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്രകാരം ദൈവമേ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരാത്മീയമായി ബലപ്പെടട്ടെ. സാമ്പത്തികമായി കടഭാരങ്ങളിലായിരിക്കുന്നവർ, ജപ്തി ഭീഷണി കൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ കർത്താവേ അവർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വഴികൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ജപ്തിയൊക്കെ ഒഴിഞ്ഞ് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജപ്തി ഓർഡറുകൾ അത് ക്യാൻസലായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പുതുവഴികൾ ദൈവം തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്രകാരം ദൈവമേ കോടതിപരമായ കേസുകൾ അത് നീതിപൂർവമായി ജയം കൊടുക്കണമേ, നീതിപൂർവമായി ന്യായം കൊടുക്കണമേ, നീതിപൂർവമായി വിധി ഉണ്ടാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഏതൊക്കെയോ വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കാൻ സ്തോത്രം പറയുന്ന കർത്താവേ. അവരുടേതായിട്ടുള്ള കോടതി സംബന്ധമായ കാര്യങ്ങളിൽ കർത്താവ് തീർപ്പ് കൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം കർത്താവെ തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. ആ തലമുറകൾക്ക് എൻ്റെ കർത്താവ് വരും ദിവസങ്ങളിൽ കർത്താവെ പുതുവഴികൾ തുറന്ന് അവരെ അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം പറയുന്ന കർത്താവേ. എല്ലാം അങ്ങയുടെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കാൽ സ്തോത്രം, ബലപ്പെടുത്തിയാൽ സ്തോത്രം, സഹായിക്കാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്റ്റേ ബ്ലെസ്ഡ് ഇൻ ജീസസ് നെയിം. കർത്താവ് നിങ്ങളെല്ലാം സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.